ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പുതിയ പലഹാരമല്ല, പഴയൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ചെറുതിലെ നമ്മൾ കഴിച്ചിട്ട് ഇപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ടായിരിക്കും. ചെറുതിലെയാണ് ഇത് കൂടുതൽ നമ്മൾ കഴിച്ചിട്ടുള്ളത്. എന്താണെന്നറിയാമോ? തെരളി, കുമ്പിളപ്പം, വയണയപ്പം എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇന്നിപ്പോൾ വൈകിട്ടായിട്ടുണ്ട്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അന്നേരമാണെങ്കിൽ അനിയത്തിയുടെ വീടും ചേച്ചിയുടെ വീടും അടുത്തടുത്താണ്. കുടുംബ വീടും അനിയത്തിയുടെ വീടും അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ ശരിക്കും തെരളിയില നിൽക്കുന്നു കേട്ടോ. അപ്പം ഞാൻ അച്ഛനെ കൊണ്ട് കുറച്ച് തെരളിയിലയൊക്കെ പിച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. തെരളിയില കണ്ടപ്പോൾ എനിക്ക് പഴയ കുഞ്ഞു കാലത്തോട്ട് പോയി കേട്ടോ, നമ്മുടെ കുട്ടിക്കാലത്തോട്ടേ. അപ്പോഴാണെങ്കിൽ എനിക്ക് തെരളിയപ്പം തിന്നാൻ ഭയങ്കരമായിട്ട് കൊതി വന്നു കേട്ടോ. അങ്ങനെ ഞാൻ അച്ഛനെ കൊണ്ട് കുറച്ച് തെരളിയിലയൊക്കെ ഞാൻ പൊട്ടിച്ചെടുത്ത് കൊണ്ടുവന്നായിരുന്നേ. ഇനിയാണെങ്കിൽ ഒന്ന് തെരളി ഉണ്ടാക്കണേ. പിന്നെ ആണെങ്കിൽ നോക്കേ, ഈ വീഡിയോയ്ക്കകത്ത് ഇച്ചിരി ലൈറ്റിൻ്റെ കുറവുണ്ട്. ഞാൻ ലൈറ്റ് ഇടാൻ മറന്നുപോയി. നോർമൽ വെട്ടത്തിലാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തത്. അപ്പോഴാണെങ്കിൽ വെയിൽ വരികയും പോവുകയും ചെയ്യുന്നതനുസരിച്ച് ഇച്ചിരി ലൈറ്റും ഡിമ്മാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്ന് ക്ഷമിക്കണം കേട്ടോ, മറന്നുപോയതാണ് ഞാൻ ലൈറ്റ് ഇടാൻ. അപ്പോൾ ആണെങ്കിൽ ഞാൻ ഇലയെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മൾ ഇല കഴുകിയെടുക്കുമ്പോഴേ ഒന്നിച്ചിട്ട് കഴുകിയെടുക്കാതെ ഓരോ ഇലയിലും വെള്ളത്തിൽ കാണിച്ചിട്ട് നന്നായിട്ട് കൈവച്ച് കഴുകിയെടുക്കണം. അല്ലെങ്കിൽ അതിനകത്ത് വല്ല പ്രാണികളൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ ഇലയപ്പം അല്ല തെരളിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊക്കെ പറ്റിപ്പിടിച്ച് വല്ല അസുഖങ്ങളൊക്കെ ഉണ്ടാവേ. വല്ല ചൊറിയോ ചിരങ്ങോ ചിലന്തിയൊക്കെ വയറ്റിൽ ചെന്നാൽ വിഷമല്ലേ, അത് നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ ഉണ്ടാക്കും കേട്ടോ. അതന്നെ നന്നായിട്ട് കഴുകിയെടുക്കണേ. ഇനിയിപ്പോൾ നിങ്ങൾ തെരളി ഉണ്ടാക്കുമ്പോഴാണേ, ഇപ്പം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ തെരളിയിലെല്ലാം ഓരോന്നും വെള്ളത്തിൽ കാണിച്ച് നന്നായിട്ട് കഴുകിയെടുത്ത്. പണ്ടാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ മാടൻ നടകളിലെ ഊട്ട് എന്നുള്ളൊരു ചടങ്ങുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയുമോയെന്നറിയത്തില്ല. പണ്ടല്ല, ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഉച്ചാര എന്ന് പറയുന്ന ഒരു എന്തരില്ലേ, ഏത് മാസത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ കേട്ടോ, അത് നടക്കുമ്പോഴാണെങ്കിൽ ഈ മാടൻകാവ് ക്ഷേത്രങ്ങളുണ്ടല്ലോ, അവിടെ തെരളിയാണ് നേർച്ചയായിട്ട് ഉണ്ടാക്കുന്നത്. അത് സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുന്നതൊക്കെ എനിക്ക് അന്നൊരു ഓർമ്മ വന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് ആ തെരളിക്ക് കേട്ടോ. പിന്നെ ഞാൻ ഇച്ചിരി എൻ്റെ നെയ്യ് തീരാറായി. നെയ്യ് കുപ്പിക്കകത്തുനിന്ന് വടിച്ച് മൊത്തത്തിലെടുത്തതാണ്. ഞാൻ വീട്ടിലാണ് നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണണേ. ഞാൻ ലിങ്ക് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നാക്ക് വല്ലാതെ ഉടക്കുന്നു. അതിന് നന്നായിട്ട് ഞാനത് വടിച്ച് നെയ്യ് മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നെയ്യ് ഉരുക്കാൻ ഇരിക്കുന്നു കേട്ടോ. അത് ഇനിയിപ്പം രാത്രിയിലങ്ങനെ ഒന്ന് ഉരുക്കി എടുക്കണം. അതൊക്കെ പോട്ടെ. അപ്പം നെയ്യെല്ലാം ഞാൻ വടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ നെയ്യൊന്ന് ഉരുകാൻ വേണ്ടി ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അതൊന്ന് ഉരുകി കഴിയുമ്പോൾ ഞാനാണെങ്കിലേ നേരത്തെ ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തെരളിക്ക് വേണ്ടുന്ന തേങ്ങാക്കൊത്ത് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. അരിയും ഞാൻ കുതിർത്ത് പൊടിച്ച് വെച്ചായിരുന്നേ. ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. എൻ്റെ ഇളയമൊക്കെ മാളുവിന് ഈ തേങ്ങാക്കൊത്തിടുന്ന ഇഷ്ടമല്ല കേട്ടോ. ഇന്നാണെങ്കിൽ അവൾക്ക് ഇഷ്ടമല്ലെങ്കിലും എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ സാധിക്കണ്ടേ. പഴയ രുചിയിലോട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതേ കണക്കൊക്കെ ഉണ്ടാക്കിയാലല്ലേ കിട്ടത്തുള്ളൂ. അത് കാരണം ഞാനാണെങ്കിൽ തേങ്ങാക്കൊത്തൊക്കെ നെയ്ക്കകത്ത് മൂപ്പിച്ച് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അവളാണെങ്കിൽ ആ തേങ്ങാക്കൊത്തെല്ലാം അതിൽ നിന്ന് നുള്ളിപ്പറക്കി ദൂരെ വെക്കും കേട്ടോ. പായസത്തിനകത്ത് ഇട്ടാലും അവൾ അതെല്ലാം നുള്ളിപ്പറക്കി കളയും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തേങ്ങാക്കൊത്ത് വറുത്തിടുന്നത്. കറികളിൽ കടലക്കറിക്കകത്താണെങ്കിലും പായസത്തിനകത്താണെങ്കിലും ഒക്കെ ഇത് ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ. ഇനിയാണെങ്കിൽ ഈ തെരളിക്ക് ആവശ്യമായ ഏലക്ക പൊടിക്കാൻ പോകണേ. ഒരു 7 ഏലക്ക ഇട്ടിട്ട് അത് പൊടിയാൻ വേണ്ടി ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് 7 ഏലക്കയെല്ലാം ഉള്ളൂ, അത് പൊടിയത്തില്ല. അല്ലെങ്കിൽ അത് മാത്രം ഇട്ട് പൊടിച്ചാൽ കേട്ടോ. അങ്ങനെ ഞാൻ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഏലക്ക അങ്ങ് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി അതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി എന്നിട്ട് നമുക്കാണെങ്കിൽ തെരളിക്ക് ശർക്കര ചീവി എടുക്കാം കേട്ടോ. ഞാനാണെങ്കിൽ ചീവിയാണ് എടുക്കുന്ന ശർക്കര. ഇത് ഞാൻ ഉരുക്കിയൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ ഇലയപ്പം ഉണ്ടാക്കുമ്പോഴും പിന്നെ തെരളി ഉണ്ടാക്കുമ്പോഴും കുഴക്കട്ട ഉണ്ടാക്കുമ്പോഴും എല്ലാം ഞാൻ ഇങ്ങനെ ചീവിയാണ് എടുക്കുന്നത് കേട്ടോ.
കല്ലില്ലാത്ത ശർക്കരയാണെന്ന് ഉറപ്പാണെങ്കിലേ ഉള്ളൂ കേട്ടോ. കല്ലുണ്ടെങ്കിൽ നമുക്ക് തിളപ്പിച്ച് അരിച്ചെടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ശർക്കരയൊക്കെ ഞെവിടി ചേർക്കുന്ന പലഹാരങ്ങളുണ്ടല്ലേ, തെരളിയും അങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങൾ ഞെവിടി ചേർക്കുന്നത്, അതാണെങ്കിൽ നമ്മൾ മാവുമായിട്ട് ഞെവിടി ചേർക്കുമ്പോഴേ ഇച്ചിരി മധുരം മുമ്പേ നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെന്ത് കഴിയുമ്പോൾ ആ മധുരം ഇച്ചിരി പുറമോട്ടായി പോകും കേട്ടോ. എന്ന് വെച്ചാൽ കറക്റ്റ് മധുരം കിട്ടത്തില്ല കേട്ടോ. അതൊരു ടിപ്പാണേ. എന്താ നമ്മൾ മാവിനകത്ത് ശർക്കര ഞെവിടി ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് മധുരം ഇച്ചിരി മുന്തിയായിട്ട്, അല്ലെങ്കിൽ മുന്തിയെന്ന് വെച്ചാൽ ഇച്ചിരി മുമ്പേ നിൽക്കണം, എന്ന് വെച്ചാൽ ഇച്ചിരി കൂടി നിൽക്കണം കേട്ടോ. അപ്പോൾ കൂടി നിൽക്കുമ്പോൾ ആണെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുമ്പം അതിന് കറക്റ്റ് മധുരമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഞെവിടുന്ന സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ. പക്ഷെ വെന്ത് വരുമ്പോൾ അതിന് മധുരം കുറഞ്ഞു പോകും കേട്ടോ. അത് കാരണം നമ്മൾ കറക്റ്റ് മധുരത്തിലും കുറച്ചും കൂടെ മധുരം ചേർത്ത് വേണം നമ്മൾ മാവിനകത്ത് ഞെവിടാൻ. പിന്നെ ഇനി ഞാനെന്നേ പാളയംതടം പഴമാണ് ചേർക്കുന്നത്. എനിക്ക് പഴം ചേർത്ത പലഹാരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഇഷ്ടത്തിനല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ എനിക്കിഷ്ടമുള്ള എല്ലാം ചേർത്താണ് ഞാനിന്ന് തെരളി ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ 4 പാളയംതടം പഴം എടുത്തിട്ടുണ്ട്. ഞാൻ ഇലയുടെ ഉണ്ടാക്കുമ്പോഴും എല്ലാം മാവിനകത്ത് പഴം ഉണ്ടെങ്കിൽ ഞെവിടി ചേർക്കാറുണ്ട്. ഏത്തപ്പഴം പഴുത്തതാണെങ്കിലും എല്ലാം ഞാൻ വേസ്റ്റാക്കി കളയത്തില്ല. അന്ന് ഏത്തപ്പഴമൊക്കെ തോനെയും പഴുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ അന്ന് അടയുണ്ടാക്കും. അടയെന്ന് വെച്ചാൽ ഇലയപ്പം ഉണ്ടാക്കും, പട്ടയിലക്കകത്ത് ഉണ്ടാക്കുന്നത് അതുണ്ടാക്കും കേട്ടോ. അപ്പോൾ ആ മാവിനകത്ത് ഞാൻ ഈ പഴങ്ങളെല്ലാം കൂടെ മിക്സിയിലടിച്ച് ചേർത്തിട്ടങ്ങ് ഞെവിടി അങ്ങ് ചേർക്കുക. അപ്പോൾ അത് ഉള്ളി ചെല്ലുകയും ചെയ്യും, ചീത്തയായി പോകത്തുമില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണേ. അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കണം, ഒന്നും വേസ്റ്റാക്കി കളയരുത്. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളല്ലേ, അത് കാരണം ഞാനൊന്നും വേസ്റ്റാക്കാറില്ല കേട്ടോ. അപ്പോൾ എന്താണ്ടേ അത് പോട്ടെ കേട്ടോ. ഇപ്പം എന്താ നമ്മൾ തെരളി ഉണ്ടാക്കുമല്ലായിരുന്നോ, ഇനിയിപ്പോൾ എന്താ ഈ പഴവും ശർക്കരയും കൂടെ നന്നായിട്ട് ഞെവിടി, ആ ശർക്കര നമ്മൾ ചീവി ഇടുമ്പോൾ ചെറുതായിട്ട് കഷ്ണങ്ങളൊക്കെ ആയിട്ട് വരത്തില്ലേ, അതെല്ലാം പൊടിച്ച് നല്ല വൃത്തിയായിട്ട് ഞെവിടി എടുക്കണം. ഇതിനി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇത് നിങ്ങൾ പഴവും ശർക്കരയും കൂടെ ഞെവിടിയത്, ആ പഴവും ശർക്കരയും കൂടെ ഞെവിടുമ്പം തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. അത് ഇതാണ്ടോ ഇപ്പോൾ വെള്ളം പോലെ ആവും കേട്ടോ, ഈ പഴവും ശർക്കരയും കൂടെ ഞെവിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ തേങ്ങ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നേ, ഒരു തേങ്ങ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഒരു തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ആ തേങ്ങയും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കയില്ലേ, അതും കൂടി ഇതിനകത്ത് ചേർക്കണം. ഈ ഏലക്ക അടപ്പിനകത്തെല്ലാം നല്ല പഞ്ചസാരയും ഏലക്കപ്പൊടി ഉണ്ടായിരുന്നേ, അതാണ് ഞാൻ ചിരണ്ടി ഇടുന്നത് കേട്ടോ. ഇനി ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഈ ഏലക്കപ്പൊടി ഇടാൻ നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് ആ ജാറങ്ങ് തറയിൽ പോയി കേട്ടോ. എന്തായാലും ഇത്തിരിയേ പോയുള്ളൂ, ബാക്കി ഞാൻ തട്ടി ഇട്ടതിന് ശേഷമാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് പോയെന്ന്. എന്തായാലും അത് ഈ പഞ്ചസാര ആയത് കാരണം അത് ഇങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ലേ, അത് കാരണം കുറച്ച് മാത്രമേ തെറിച്ച് പോയുള്ളൂ കേട്ടോ. ഇനി അവിടെ അത് വൃത്തിയാക്കാനും ഒരു ജോലിയാവും. ഇനി നമ്മളാണെങ്കിൽ ഇത് ശർക്കരയും നെയ്യ് നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തില്ലേ, അതും കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണേ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കൈ വന്നത് എന്താണെന്നറിയാമോ, എൻ്റെ മോള് അത് ഞെവിടി ചേർത്തപ്പോൾ ഇത്തിരി ഇതാമ്മ എന്ന് ടേസ്റ്റ് നോക്കട്ടെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. അതിന് ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഞെവിടുമ്പോഴേ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഏലക്കയുടെ ആ ശർക്കരയും പഴവും എല്ലാം കൂടെ ഞെവിടുന്നുണ്ട്. ഇനി ഞാൻ മാവും എല്ലാം കൂടെ ചേർത്ത് ഞെവിടി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാണ്ട് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ മാവ് ഞെവിടിയപ്പോൾ നല്ല മണമായിരുന്നെന്ന്, അത് തന്നെ എനിക്ക് അറിയാതെ അങ്ങ് കയ്യങ്ങ് വായിലോട്ട് പോയതാട്ടോ. പിന്നെ ഞാനത് കട്ട് ചെയ്ത് കളയാനൊന്നും നിന്നില്ല കേട്ടോ. ഞാൻ ആ വിരലുകളെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ആ മാവിന് പച്ചയ്ക്ക് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പഴത്തിൻ്റെയും വായിക്കൂടെ വെള്ളം വരുന്നു ഇപ്പോഴും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താണ്ട് ഞാൻ ഇലയെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇലയിപ്പം ഉണ്ടാക്കാൻ മാവിന് ഇത് വെക്കുന്ന ചടങ്ങാണ്. എന്ന് വെച്ചാൽ ഇല ഇങ്ങനെ വെച്ചിട്ട് അകത്ത് ഒരു പ്രാവശ്യം വെക്കണം, പിന്നെ ആ ഇലയുടെ തുമ്പ് മടക്കിയിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു പ്രാവശ്യം കൂടെ വെക്കണം. എന്നിട്ട് ആ ഇലയുടെ തണ്ടുണ്ടല്ലേ അതിങ്ങനെ ആ ഇലയ്ക്കകത്തോട്ട് കുത്തി ഇങ്ങനെ വെക്കണം. അപ്പോഴേ അത് ഇളകി പോകത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രാവശ്യം വയ്ക്കുക, പിന്നെ രണ്ടാമതും മാവെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത്തിരി വെക്കുക, എന്നിട്ട് അത് ചുറ്റിയെടുത്തിട്ട് വലിയ ഇലയാണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ തണ്ട് ഉണ്ട്, ആ തണ്ട് വെച്ചിട്ട് ഇങ്ങനെ കുത്തി അതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് നമുക്കിങ്ങനെ വെക്കാം. വലിയ ഇല മുട്ടൻ ഇലയായിരുന്നു കേട്ടോ.
അത് കാരണം നമുക്ക് നല്ലതായിട്ട് കവർ ചെയ്ത് വെക്കാൻ പറ്റുമായിരുന്നേ. ചെറിയ ഇലയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യമേ മാവ് വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ മടക്കിയിട്ട് വീണ്ടും വെക്കാൻ പറ്റത്തില്ല കേട്ടോ. പണ്ട് നമ്മുടെ ചെറുതിലേക്ക് ഈ തെരളിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഈ നമ്മുടെ വീട്ടിൽ മാത്രമല്ല, ഈ തെരളി പണ്ടല്ല ഇപ്പോഴാണെങ്കിലും തെരളി ഉണ്ടാക്കിയാൽ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഈ അയലുകാർ മൊത്തവും മണക്കും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് മണമാണ് ഈ തെരളിയുടെ ഇല ഇങ്ങനെ ചൂടാവുമ്പോഴനുസരിച്ച് മണം ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അവരപ്പം നമ്മളെ വീട്ടിൽ ഇരുന്നുകൊണ്ട് പറയും, ഓ ഏതോ വീട്ടിൽ തെരളി പുഴുങ്ങുന്നുണ്ടെന്ന് അല്ലേ. അതേ കണക്ക് മണം ഉണ്ടാവും കേട്ടോ. അതേ കണക്ക് നല്ല മണം ഉണ്ടായിരുന്നു ഈ ഇലയ്ക്കും കേട്ടോ. നല്ല മണമുള്ള ഇലയായിരുന്നു, നല്ല വലിപ്പമുള്ള ഇലയുമായിരുന്നു കേട്ടോ. ആ ഇലയും ആ മണവും ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് തെരളി തിന്നാൻ കൊതി വന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ഇലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ഇലയ്ക്കകത്തും ഇങ്ങനെ തെരളി മാവൊക്കെ വെച്ച് എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു വലിയ ഒരു കുറച്ച് നേരത്തെ മെനക്കെട്ട പണിയായിരുന്നു കേട്ടോ. ഈ തെരളി ഇലയ്ക്കകത്തോട്ട് ഈ മാവ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതേ, പിന്നെ അത് ലോക്ക് ചെയ്ത് വെക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ കുത്തിയാൽ അത് അവിടെ ഇരിക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഈർക്കിൽ വെച്ചിട്ടാണ് കുത്തി വെച്ചത്. ഒരു 10-25 മിനിറ്റ് കൂടുതൽ ഞാൻ എടുത്ത് ഈ ഇലയ്ക്കകത്തിട്ട് ഈ മാവ് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാൻ കേട്ടോ. പിന്നെ ഇഡലിക്കുട്ടത്തിനകത്താണ് ഞാൻ ഇഡലി അല്ലല്ലേ തെരളി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അടിയിലത്തെ തട്ടുണ്ടല്ലേ അതെടുത്തിട്ട്, എന്നാലേ നമുക്ക് കുറേ വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എല്ലാം കറക്റ്റിന് എണ്ണയൊക്കെയാണ് വെച്ചത്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അപ്പുറം ഇപ്പുറം ഇച്ചിരി കൊടുക്കണമല്ലേ. അത് കാരണം ഞാൻ ഓരോരുത്തർക്ക് ഇത്ര വീതം എന്ന് പറഞ്ഞ് എണ്ണി കറക്റ്റാക്കിയാണ് ഞാൻ വെച്ചത്. ഇങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പം എല്ലാവർക്കും ഒരു കൊതിയല്ലേ, നമുക്ക് തെരളി ഇലയപ്പം അങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങൾ, എന്നും ഉണ്ടാക്കാത്ത പലഹാരങ്ങളല്ലേ നമ്മളിതൊക്കെ. അതൊക്കെ ഉണ്ടാക്കുമ്പം ഞാനാണെങ്കിൽ അപ്പുറമൊക്കെ കൊടുക്കും. അങ്ങനെയല്ല എന്തുണ്ടാക്കിയാലും ഞാൻ അപ്പുറം ഇപ്പുറം ഇച്ചിരി കൊടുക്കും. ഞങ്ങൾ അങ്ങനെ കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെയാണ്? ഞങ്ങളുടെ ആൾക്കാരെല്ലാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ ഷെയർ ചെയ്തൊക്കെയാണ് കഴിക്കുന്നത്. നമ്മളുണ്ടാക്കുമ്പോൾ അവർക്കും കൊടുക്കും, അവരുണ്ടാക്കുമ്പം നമുക്കും തരികയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ആൾക്കാരൊക്കെ. അങ്ങനെയൊക്കെ ഉള്ളതാണ് നല്ലത്. അപ്പം അതൊക്കെ ഒരു സ്നേഹമല്ലേ, അവരുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് നമുക്ക് തരികയും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് അവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനും അതേ കണക്ക് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പം ഒരുപാടങ്ങ് കൊടുക്കാൻ കാണത്തില്ല, കൊതി മാറത്തക്ക രീതിയിൽ 1-2 വീതമൊക്കെ തിന്നാനുള്ളത് വീതം കൊടുക്കും. അപ്പം നമുക്കങ്ങ് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലേ. അത് കാരണം നമ്മളുണ്ടാക്കുന്നതിലൊരു പങ്ക് അവർക്കും കൊടുക്കും. ഇഡലി അങ്ങനെ തെരളിയെല്ലാം വെന്തിട്ടുണ്ട്. നല്ല മണവും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ തെരളിയൊക്കെ വെന്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തെരളി ഉണ്ടാക്കി കഴിക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പം എൻ്റെ തെരളിയെല്ലാം വെന്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബായ്. താങ്ക് യു.